ഞാൻ മുകളിൽ പള്ളിയിലോട്ട് പോയി. പള്ളി പോയിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴേക്കും ഭയങ്കര പണിയാണ് കേട്ടോ. അടുത്ത് വേറെ കുറച്ച് കൂട്ടുകാർ വന്ന് അവരടുത്ത് വേറെ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അന്നേരമായിരുന്നു ഞാൻ നേരത്തെ ബുക്ക് ചെയ്തിട്ട് പോയതായിരുന്നു. ജിൻസി ചേച്ചിയുടെ അടുത്ത് റോസാപ്പൂ ഉണ്ടാക്കുമ്പം എനിക്കൊരു വീഡിയോ എടുക്കണം. അങ്ങനെ ചേച്ചി ഞാൻ വരുന്നത് വരെ വെയിറ്റിംഗ് ആയിരുന്നു. ഇടയ്ക്ക് കുറച്ചൊക്കെ ഉണ്ടാക്കിയെന്ന് തോന്നണ്, എങ്കിലും കുറേ വേണമായിരുന്നു കേട്ടോ റോസാപ്പൂ. അപ്പം ചേച്ചി എന്നെ നോക്കി നിന്നിട്ട് പറഞ്ഞ്, എടി ഞാൻ റോസാപ്പൂ ഉണ്ടാക്കണം, നീ വീഡിയോ എടുക്കണമെങ്കിൽ വാ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ച്. അങ്ങനെ ഞാൻ ചേച്ചിയുടെ വീഡിയോ തുടക്കം മുതലേ എടുക്കുവാണ് കേട്ടോ. കഴിഞ്ഞ തവണ ഞങ്ങൾ ഇഷ്ടം പോലെ റോസാപ്പൂ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത്തവണയാണെങ്കിൽ കുറച്ചേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, കാരണം എല്ലാ വർക്കും കഴിഞ്ഞ് ഇതിന് പിന്നെ സമയം കിട്ടില്ല. പിന്നെ നമ്മൾ വെറൈറ്റി ഐറ്റംസൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇത് ഉണ്ടാക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. പിന്നീട് ബിനോയ് ഈ ഒരു സംഭവം നന്നായിട്ടുണ്ടാക്കും. ഇതിന് എങ്ങാണ്ട് പേര് പറയണമെന്നൊന്നും അറിഞ്ഞൂടാ, പക്ഷേ ഇതുണ്ടാക്കണ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഉള്ള കാര്യം പറയല്ല, ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, പക്ഷേ അതങ്ങോട്ട് വർക്കായിട്ടില്ല. ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല. അങ്ങനെ അവ ഉണ്ടാക്കണത് ഞാൻ വീഡിയോ എടുത്തു. പിന്നെ നോക്കിയപ്പോൾ ഈ ഉണ്ടാക്കാൻ അറിയാമെന്നുള്ള എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവർ കുടുംബസമേതം തന്നെ അങ്കിളും ആൻറ്റിയും അലീനയൊക്കെ ഉണ്ട് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് അങ്ങനെ നിന്നപ്പോൾ ഞങ്ങളുടെ യൂണിറ്റുകാരാണ് പള്ളിക്ക് പുറത്തോട്ട് എന്ന് വെച്ചാൽ വഴിയോരത്ത് ഇതൊക്കെ തൂക്കണത്. കുരുത്തോലയിൽ കിളിയായിട്ട് നമ്മളിങ്ങനെ ഉണ്ടാക്കത്തില്ലേ, അത് തൂക്കണത്. അങ്ങനെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജിൻസി ചേച്ചിയും അശ്വിനി ചേച്ചിയൊക്കെ അവരോരോ യൂണിറ്റിന് വേണ്ടിയിട്ട് താഴെ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീണ്ടും പള്ളിയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇനി വേണം അൾത്താരയിൽ ഈ ഉണ്ടാക്കിയതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനാണ് പള്ളി വന്നത്. അങ്ങനെ അൾത്താരയിലൊക്കെ ഏതാണ്ടൊക്കെ സെറ്റായി കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും പാവം പിള്ളേർ തളർന്നല്ല. അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ രാവിലെ എത്തിയതാണെങ്കിലും അങ്ങനെ ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് കളി തമാശകളൊക്കെ പറഞ്ഞ് ജോലി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. രാത്രി ആയതുപോലും സത്യം പറഞ്ഞാൽ അറിഞ്ഞില്ല. ഈ സമയം വേഗത്തിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അറിയില്ലല്ലോ. അങ്ങനെ ഇത് തന്നെ അതൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്ന വേണ്ടിയിട്ട് അപ്പോൾ പോസ്റ്റർ വേണ്ട. പിന്നീട് പള്ളിക്കകത്തുള്ള വർക്ക് എന്ന് പറയണത് ലാസ്റ്റ് ഇങ്ങനെ ബെഞ്ചിൽ ഫാൻസി ഓല വയ്ക്കത്തില്ലേ, അങ്ങനെയായിരുന്നു. അപ്പോൾ ആ ഒരു പരിപാടി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം അപ്പോൾ തന്നെ ഒരു 11:15 ആയിട്ടുണ്ടായിരുന്നു. ഇനി പോയിട്ട് വേണം നാളെ ഇനി വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ പുറത്തിറങ്ങിയപ്പോഴാണ് അമ്പിളി മാവൻ ഇങ്ങനെ ഉദിച്ചു നിൽക്കണത് കണ്ടത് കേട്ടോ. പിന്നെ അമ്പിളി മാവൻ്റെ വീഡിയോയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അമ്പിളി അമ്മാവന് വിഷമാവത്തില്ലേ. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് കേട്ടോ. കൊണ്ടുവിടാനായിട്ട് ജിമ്മനുണ്ടായിരുന്നു. അങ്ങനെ അശ്വിനി ചേച്ചിയെ കൊണ്ടുവിട്ടതിന് ശേഷം അവൻ എന്നെയും കൂടെ കൊണ്ടുപോയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് ഗൈസ് ഞങ്ങളുടെ താഴത്തെ കുരിശടി. ഇവിടെ നിന്നാണ് നാളെ പ്രദക്ഷിണമായിട്ട് പള്ളിയിലേക്ക് പോകുന്നത്. അപ്പോൾ അത്രയുള്ള വീഡിയോ. താങ്ക്